നാളത്തേക്ക് മാറ്റി ഫ്രിഡ്ജിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ഇവിടെ ഒരാൾക്ക് നട്ടപ്പാതിരയ്ക്ക് ചിക്കൻ പൊരിച്ച് തിന്നാനൊരു പൂതിയാണ്. അപ്പോൾ മിക്ക ദിവസം ഈ പൂതി പറഞ്ഞു തുടങ്ങിയപ്പോൾ പൊരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയ റെസിപ്പിയാണിത്. 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ചിക്കൻ റെസിപ്പി. പൊരിച്ചെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് ചിക്കൻ റെസിപ്പി. അപ്പം മഞ്ഞളും മുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ വിനാഗിരിയും ഫ്ലേവറിന് വേണമെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർക്കാം. കിട്ടു ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും സാധനങ്ങൾ അടച്ച് വെച്ച് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ ഞാനിത് പറഞ്ഞ റെസിപ്പി ഉണ്ടല്ലോ റെഡിയായി. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായി ഗൈസ്. കണ്ട, ഒന്നും കൂടെ ഡ്രൈ ആയി വരണം കേട്ടോ. വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഞങ്ങൾ ഒഴിക്കാറില്ല. ഇതിൽ തന്നെ ഉണ്ടാവില്ല ഒരു നെയ്യ് പോലെ. അതുതന്നെ അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഇതാ ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. അല്ല, ആകാശത്തിന് കൊടുത്തു നോക്കാം. ഗൈസ്, അങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. രാത്രി 2 മണി 1 മണി അങ്ങനെയായി. അത് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് കുറച്ച് ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്, പനിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല തലവേദനയുണ്ട് അല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ് പനിയുള്ള സമയത്താണ് പൂതി ചിക്കൻ തിന്നാൻ പൂതി. സാധാരണ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ വായിക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറയും കഴിക്കാൻ. നേരെ തിരിച്ച് ഞാൻ ഭയങ്കര കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പറയില്ല. ഞാനെന്ന് വെച്ചാൽ പനിച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ വിശപ്പാണ് അല്ലേ. നന്നായിട്ട് ആരും കഴിയും. അപ്പോൾ ഇത് കഴിക്കട്ടെ. സമയമില്ല. ഒരു ചെറിയ പീസാണ് എടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അടച്ച് വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ പുളിപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇറച്ചിൻ്റെ ഉള്ളിലേക്ക് പോകും. പിന്നെ അതേപോലെ എരിവ് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും അല്ലേ. അതൊരു ഫണ്ണാണ്. എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. അപ്പം ശരി, ബൈ. ഞങ്ങൾ ഇതിന് കഴിച്ച് തീർക്കട്ടെ. ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ കഴിക്കണം, എൻജോയ് ചെയ്ത്. ചൂട്. ഓക്കെ, ബൈ, സീ, ഗുഡ് നൈറ്റ്. ഇനി കുറച്ച് എല്ലുകൾ മാത്രം കഴിച്ചു കഴിഞ്ഞു ഗൈസ്. അടിപൊളി, ഒരു രക്ഷയില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്യണം. അത് രാത്രി ഈ ഫ്രിഡ്ജിലേക്ക് കൂട്ടി വെക്കുന്ന ആൾക്കാർക്ക് രാത്രി ഉണ്ടാക്കി കഴിക്കാം അല്ലേ. അതായത് ഇങ്ങനെ ബാക്കി ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. നാളത്തേക്ക് മാറ്റി. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.